നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT ആൻഡ് സൈബർ ലോയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 34 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ യൂസ് ഓഫ് ദ ഇന്റർനെറ്റ് ഓർ അതർ ഇലക്ട്രോണിക് മീൻസ് ടു സ്റ്റോക്ക് ഓർ ഹരാസ് ആൻ ഇൻഡിവിജ്വൽ, എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒരാളെ, ഒരു വ്യക്തിയെയോ ഒരു കൂട്ടം വ്യക്തികളെയോ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനെറ്റോ ഇലക്ട്രോണിക് മീൻസോ യൂസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? സൈബർ സ്പേസ്, സൈബർ സ്റ്റോക്കിംഗ്, പോണോഗ്രഫി, നൺ ഓഫ് ദീസ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സൈബർ സ്റ്റോക്കിംഗ് ആണ്. അടുത്തത്, ദ എക്സ്പ്ലിസിറ്റ് പോർട്രയൽ ഓഫ് സെക്ഷൽ സബ്ജക്ട് മാറ്റർ ഈസ് ടേംഡ്. എക്സ്പ്ലിസിറ്റ് പോർട്രയൽ ഓഫ് സെക്ഷൽ സബ്ജക്ട് മാറ്റർ, അത് എന്താണ് പറയുന്നത്? പോണോഗ്രഫി. പോണോഗ്രഫി. ഓപ്ഷൻ എ ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം? ഹാക്കിംഗ്, വോം അറ്റാക്ക്, വൈറസ് അറ്റാക്ക്, ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് സൈബർ ക്രൈം? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സൈബർ ക്രൈമിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, ഡാഷ് refers to email that appears to have been originated from one source when it was actually sent from another source. Email bombing, email spoofing, email spamming, none of these. ഏതാണ്? ഇമെയിൽ സ്പൂഫിംഗ്. ആക്ച്വലി ഈ ഇമെയിൽ വന്നിരിക്കുന്ന വേറൊരു സ്ഥലത്തു നിന്നാണ്, പക്ഷെ നമുക്ക് തോന്നും വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അഡ്രസ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെ ബിലീവ് ചെയ്യിപ്പിക്കും. അതാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. A program that has capability to infect other programs and make copies of itself and spread into other programs. ഒരു program that has the capability to infect the other program. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കാര്യം എന്ന്. ആൻഡ് മേക്ക് ദ കോപ്പീസ് ഓഫ് ഇറ്റ് സെൽഫ് ആൻഡ് സ്പ്രെഡ് ഇൻ ടു അതർ പ്രോഗ്രാം. എന്താണത്? വൈറസ്. വൈറസ്. A type of cyber crime that occurs in pay-per-click online advertising when a person, automated script or computer program imitate a legitimate user of a web browser clicking on an ad for the purpose of generating a charge per click without having actual interest in the target of the ads link. അപ്പോൾ ഒരു സൈബർ ക്രൈം തന്നെയാണ് ഇത് വരുന്നത്. ഒരു പേപ്പർ ക്ലിക്ക് ഓൺലൈൻ അഡ്വർടൈസിങ് ആണ്. അപ്പോൾ ഒരാള് ആ ഒരു ക്ലിക്ക് ചെയ്താൽ കാശ് കിട്ടും എന്ന് അറിയാം. അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെ അത് ലെജിറ്റിമേറ്റ് യൂസർ ആയി, ഒരു വേറൊരു യൂസർ ആണ് എന്ന വ്യാജേന അങ്ങനെ സ്വന്തമായി ക്ലിക്കുകൾ ഉണ്ടാക്കി അങ്ങനെ പേപ്പർ ക്ലിക്കിൽ ക്യാഷ് കിട്ടുന്ന ആ ഒരു പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്ലിക്ക് ഫ്രോഡ് എന്നാണ് പറയുന്നത്. ക്ലിക്ക് ഫ്രോഡ്. ആക്ച്വലി ഒരു പേഴ്സൺ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ആഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തു പോകും. അങ്ങനെയല്ല, ആ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടുന്ന ആള് തന്നെ മറ്റൊരു രീതിയിൽ അതിനെ ക്ലിക്ക് ചെയ്ത് അത് യൂസ്ഫുൾ ആക്കുന്നു, അല്ല അങ്ങനെ തെറ്റായ രീതിയിൽ അത് ചെയ്യുന്നു. അതാണ് ക്ലിക്ക് ഫ്രോഡ് എന്ന് പറയുന്നത്. In cyber law terminology, DOS means എന്താണ്? സൈബർ ലോ ടെക്നോളജിയിലാണ് പറയുന്നത് ഡിനയൽ ഓഫ് സർവീസ് എന്നാണ്. ഓപ്ഷൻ എ. നമുക്കറിയാം ഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയാം അല്ലെ? ഒരു ആദ്യത്തെ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ ഈ സൈബർ ലോ ടെർമിനോളജിയിൽ ഡിനയൽ ഓഫ് സർവീസ് ആണ്. The Indian Parliament passed the Information Technology Bill, which is regarded as the mother legislation regulating the use of computers, computer system and computer network, as also data and information in the electronic format. ഇൻഫോർമേഷൻ ടെക്നോളജി ബില്ല് അത് പാസ്സാക്കിയ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫോർമേഷൻ ടെക്നോളജി ബില്ലിന്റെ ഇയർ ഏതാണ്? 2000 ആണ്, 2000 The seat of the Asian School of Cyber Laws. Asian School of Cyber Laws എവിടെയാണ്? ഓപ്ഷൻ ബി. പൂനെ. പൂനെയിലാണ് ദ സീറ്റ് ഓഫ് ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ, അല്ലെങ്കിൽ ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? പൂനെയിലാണ്. Which of the following is an example of denial of service attack? Denial of service attack. അപ്പോൾ ഓരോ ഓപ്ഷൻസ് നോക്കുക. Attempt to flood a network, thereby preventing legitimate network traffic. ഒരു നെറ്റ്വർക്ക് ഫ്ലഡ് ചെയ്യിക്കുക, ഒരുപാട് ട്രാഫിക് കൊണ്ടുവരിക. അപ്പോൾ എന്താണ്? ആ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാതാകും, ഓവർലോഡായിട്ട്.
അടുത്തത് അറ്റംപ്റ്റ്സ് ടു ഡിസ്റപ്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ ടു മെഷീൻ thereby preventing access to a service. അപ്പൊ ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് നമുക്ക് കിട്ടാതിരിക്കുക. അപ്പൊ അത് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, രണ്ട് മെഷീൻസ് തമ്മിലുള്ള കണക്ഷൻ തടസ്സപ്പെടുത്തുക. അടുത്ത ഓപ്ഷൻ പറയുന്നത് അറ്റംപ്റ്റ് ടു പ്രിവെന്റ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഫ്രം ആക്സസിങ് എ സർവീസ്. ഒരു പ്രത്യേക വ്യക്തി ഒരു സർവീസ് ആക്സസ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, തടയുക. അപ്പൊ ഈ മൂന്ന് ഓപ്ഷൻസും എന്തിൽ വരുന്നതാണ്? ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കിൽ വരുന്നതാണ്. Dash is a computer connected to the internet that has been compromised by a hacker, computer virus or Trojan horse and can be used to perform malicious tasks of one sort of another under remote direction. ഒരു കമ്പ്യൂട്ടറിനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് കമ്പ്യൂട്ടർ ഈസ് കണക്റ്റഡ് ടു ഇന്റർനെറ്റ്. ആ ഇന്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ആ കമ്പ്യൂട്ടർ ഓൾറെഡി ഒരു ഹാക്കറോ കമ്പ്യൂട്ടർ വൈറസോ ട്രോജൻ ഹോൾസോ ഓൾറെഡി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മലേഷ്യസ് പ്രോഗ്രാം അല്ലെങ്കിൽ മലേഷ്യസ് ടാസ്ക് ചെയ്യാനായിട്ട്, മലേഷ്യസ് എന്ന് പറയുന്നത് വൈറസ് പോലെയുള്ള നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള എന്നാണ് മീനിങ്. അതുപോലെയുള്ള ഒരു പ്രോസസ്സ് നടത്താനായിട്ട്, ടാസ്ക് നടത്താനായിട്ട് റിമോട്ട്ലി ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? സോംബി എന്നാണ്. സോംബി. Which one of the following is not an example of using computer as a weapon? കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ, കമ്പ്യൂട്ടർ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നതിന് എക്സാമ്പിൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ? സൈബർ ടെററിസം, IPR വയലേഷൻ, ക്രെഡിറ്റ് ആൻഡ് ഫ്രോഡ്, ഓൾ ഓഫ് ദീസ്. ഇതിലേതാണ് കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഒന്നും തന്നെ കമ്പ്യൂട്ടർ ആസ് എ വെപ്പൺ അല്ല ചെയ്യുന്നത്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന സൈബർ ടെററിസം, IPR വയലേഷൻ, ക്രെഡിറ്റ് ആൻഡ് ഫ്രോഡ് ഇതെല്ലാം കമ്പ്യൂട്ടർ ഫ്രോഡുകളാണ്, അല്ലെങ്കിൽ സൈബർ ക്രൈംസ് ആണ്. അപ്പൊ ഇതല്ലാത്തത് എന്ന് ചോദിച്ചിരിക്കുന്നുണ്ട്, നോട്ട് ആൻ എക്സാമ്പിൾ എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഓൾ ഓഫ് ദീസ് എന്ന് വന്നത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. Dash refers to sending email to thousands and thousands of users similar to a chain letter. ഒരു ചെയിൻ ലെറ്റർ പോലെ ഒരുപാട് പേർക്ക് അയക്കുന്ന മെയിൽ, അതിനെന്താണ് പറയുന്നത്? ഒരുപാട് പേർക്ക് മാസ്സായിട്ട് ബൾക്കായിട്ട് അയക്കുന്നു, അതാണ് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ സ്പാമിംഗ്. According to a report on crimes in India in 2011 published by the National Crime Records Bureau, the largest number of cybercrime നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 2011 റിപ്പോർട്ട് അനുസരിച്ച്. ബൈ ഹാക്കിംഗ് ദ വെബ് സെർവർ ടേക്കിംഗ് കൺട്രോൾ ഓൺ അനദർ പേഴ്സൺ വെബ്സൈറ്റ് ഈസ് കോൾഡ് ആസ്. വെബ് സെർവർ ഹാക്ക് ചെയ്തിട്ട് മറ്റൊരാളുടെ വെബ്സൈറ്റ് അതിന്റെ കൺട്രോൾ എടുക്കുന്നതിനാണ് എന്തു പറയുന്നത്? വെബ് ഹൈജാക്കിംഗ്. വെബ് ഹൈജാക്കിംഗ്. The programs that multiply like viruses but spread from computer to computer, അതിനാണ് എന്തു പറയുന്നത്? The program that multiply like viruses but spread from computer to computer, അതിനാണ് worms എന്ന് പറയുന്നത്. worms. The attempt to acquire information such as username, password and credit card detail by masquerading as a trustworthy entity in an electronic communication. ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എല്ലാം അത് ട്രസ്റ്റ്വർത്തി എന്ന പോലെ അത് കൈക്കലാക്കുന്ന, അക്വയർ ചെയ്യുന്ന ആ ഒരു കാര്യമാണ് എന്ത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ്. PHISHING. ഫിഷിംഗ്. Which agency made an investigation related to India's first cybercrime conviction? ആദ്യത്തെ സൈബർ ക്രൈം കൺവിക്ഷൻ, ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഏജൻസി CBI ആണ്. CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. Which one of the following is an example of email and internet relay chat? അതായത് IRC. എന്താണ് IRC? ഇന്റർനെറ്റ് റിലേ ചാറ്റ് റിലേറ്റഡ് ക്രൈംസ്. ഇമെയിൽ ആൻഡ് ഇന്റർനെറ്റ് റിലേ ചാറ്റ് റിലേറ്റഡ് ക്രൈംസിന് എക്സാമ്പിൾ. ഒന്ന് ഇമെയിൽ സ്പൂഫിംഗ്, ഇമെയിൽ സ്പാമിംഗ്, ഇമെയിൽ ബോംബിംഗ്, ഇതെല്ലാം ഇമെയിൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈം തന്നെയാണ്. സോ ഓൾ ഓഫ് ദീസ്.
Dash is characterized by abusers repeatedly sending an identical email message to a particular address. Repeatedly ഒരേ അഡ്രസ്സിലേക്ക് ഒരു മെസ്സേജ് തന്നെ പിന്നെയും അയക്കുന്നതിനാണ് പറയുന്നത് ഇമെയിൽ ബോംബിംഗ്. വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്നാണ്. വേൾഡ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ November 30. Many cyber crimes come under the Indian Penal Code. Which one of the following is an example? ഇതിൽ വരുന്ന എല്ലാ ക്രൈംസും ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ സെൻഡിങ് ത്രെട്ടണിങ് മെസ്സേജസ് ബൈ ഇമെയിൽ, ഫോർജറി ഓഫ് ദ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഒക്കെ വ്യാജമാക്കി ഉണ്ടാക്കുക, ബോഗസ് വെബ്സൈറ്റുകൾ, ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ പീനൽ കോഡിന്റെ അണ്ടർ വരുന്ന സൈബർ ക്രൈമുകളാണ്. Information Technology Act 2000 made amendment to which of the following existing law? ഓൾറെഡി ഉള്ള ഏതൊക്കെ ലോസിലാണ് IT Act 2000 ഭേദഗതി വരുത്തിയത്? ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, ഓൾ ഓഫ് ദീസ്. ഇതിൽ എല്ലാത്തിലും ഇന്ത്യൻ പീനൽ കോഡിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ടിലും ഒക്കെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. According to IT Act 2000. A dash is a set of exclusive rights granted by a state to an inventor or his assignee for a limited period of time in exchange for a disclosure of an invention. ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് ആ കണ്ടുപിടിക്കുന്ന ആളുടെയോ അല്ലെങ്കിൽ അദ്ദേഹം അസൈൻ ചെയ്യുന്ന ഒരാളുടെയോ പേരിലുള്ള ആ സെറ്റ് ഓഫ് എക്സ്ക്ലൂസീവ് റൈറ്റ്, അതിനാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. പേറ്റന്റ്. Dash gives the author of an original work exclusive right for a certain time period in relation to that work, including its publication, distribution and adaptation. ഒരു വർക്ക്, ആ വർക്കിന്റെ പബ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അഡാപ്റ്റേഷൻ, ഇതിനെല്ലാം ഒരു ഓതറിന്, ആ കൃതി എഴുതിയ ആൾക്ക്, ആ വർക്കിന്റെ ഓതറിന് കൊടുക്കുന്ന ആ എക്സ്ക്ലൂസീവ് റൈറ്റ്, അതിനാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റ്. The rental of software to consumers with of the copyright holder. കോപ്പിറൈറ്റ് ഹോൾഡറിന്റെ പെർമിഷൻ ഇല്ലാതെ സോഫ്റ്റ്വെയർസ് കൺസ്യൂമേഴ്സിന് റെന്റ് ചെയ്യുന്നു, അതിനാണ് റെന്റിങ് എന്ന് പറയുന്നത്. റെന്റിങ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഓരോരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ഓരോരോ പേരുകൾ നോക്കുക. അൺബണ്ട്ലിംഗ്, കൗണ്ടർ ഫെൽട്ടിംഗ്, സോഫ്റ്റ് ലോഡിംഗ്, അതൊക്കെ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. Copying the materials published on the internet as one sound without proper acknowledgement. ഓൾറെഡി ഒരു ഇന്റർനെറ്റിൽ ഉള്ള ഒരാളുടെ പേരിലുള്ള കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ അത് പ്രത്യേക രീതിയിൽ അറിയിക്കാതെ, വേണ്ട രീതിയിൽ അറിയിക്കാതെ, അക്നോളജ് ചെയ്യാതെ കോപ്പി ചെയ്യുന്നതിനാണ് പ്ലെഗാരിസം എന്ന് പറയുന്നത്. ഇന്റർനെറ്റിൽ നിന്നായതുകൊണ്ട് ഇന്റർനെറ്റ് പ്ലെഗാരിസം. Any criminal activity that uses a computer either as an instrumentality, target or a means for perpetuating further crimes comes within the ambit of. ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്, കമ്പ്യൂട്ടർ ടാർഗറ്റ് ആക്കിയിട്ടോ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുള്ള ക്രൈമോ, അതെല്ലാം എന്തിന്റെ അണ്ടർ വരും? സൈബർ ക്രൈം. Which of the following come under cyber crime? Intellectual property, പോണോഗ്രഫി, ഓൺലൈൻ ഗാംബ്ലിംഗ്, ഓൾ ഓഫ് ദ എബോ. ഓൺലൈൻ ഗാംബ്ലിങ്ങും പോണോഗ്രഫിയും IPR-ഉം ഒക്കെ സൈബർ ക്രൈമിന്റെ അണ്ടർ വരുന്നുണ്ട്. സോ ഓൾ ഓഫ് ദ എബോ. അണ്ടർ ദ IT Act, whoever commits or conspires to commit the cyber terrorism shall be punishable with imprisonment which may extend to. IT Act പ്രകാരം, IT Act 2000 പ്രകാരം സൈബർ ടെററിസം ചെയ്യുന്നവര് അത് ആ ഒരു ഇംപ്രിസൺമെന്റ്, അവരുടെ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം, അതായത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം ശിക്ഷയാണ്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആണ്. An unauthorized program which functions from inside what seems to be an authorized program, thereby concealing what it is actually doing. ഒരു അൺഓതറൈസ്ഡ് പ്രോഗ്രാം ഒരു ഓതറൈസ്ഡ് പ്രോഗ്രാം ആണെന്ന് തോന്നിച്ച് അത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യും. ലൈക്ക് വൈറസ് തന്നെയാണ് ഈ പറയുന്നത്. ആക്ച്വലി എന്താണ് അത് ചെയ്യുന്നതെന്ന് കൺസീൽ ചെയ്യും എന്നാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ട്രോജൻ ഹോൾസ്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക.
ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ദാറ്റ് വിൽ ഫംഗ്ഷൻ ഫ്രം ഇൻസൈഡ് വാട്ട് സീംസ് ടു ബി അൺഓതറൈസ്ഡ് പ്രോഗ്രാം, thereby concealing what it is actually doing, that is Trojan horse. As per the IT Amendment Act 2008 പ്രകാരം tampering with the computer source document shall be punishable with imprisonment up to years or within which may extend up to -rupees with a fine ആണ് or with a both. 2 lakhs rupeesന്റെ ഫൈനാണ്. 2 lakhs rupeesന്റെ ഫൈനും 3 yearsന്റെ ഒരു ഇംപ്രിസൺമെന്റും ആണ് ഈ ഒരു ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്സിന് കൊടുക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ? ഇതിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ സ്പൂഫിംഗ്, സൈബർ ഡിഫേമേഷൻ, സൈബർ സ്റ്റോക്കിംഗ്, ഇതെല്ലാം എന്താണ്? സൈബർ ക്രൈംസ് ആണ്. ദ ഫസ്റ്റ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻ കേരള വാസ് ഇനാഗുറേറ്റഡ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഇനാഗുറേറ്റ് ചെയ്തത് 2009 2009. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഹാപ്പി ലേണിംഗ്.